എനിക്കിനി പറ്റത്തില്ല. ഞാൻ എത്ര നാളുകൊണ്ട് പറയുക ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണമെന്ന്. ഇതെന്തുവാ ഇത്? എനിക്ക് എന്ത് ചെയ്താലും കുറ്റം. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കുറച്ചു നേരം ഫോണിൽ നോക്കിയാൽ അതിന് കുറ്റം. അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരോട് ആരും സംസാരിച്ചിരുന്ന കുറ്റം. പുറത്തോട്ട് ഇത് കടയിൽ പോയാൽ താമസിച്ച് വന്നാൽ അതിന് കുറ്റം. ഇതെന്തോന്നാ ഇത്? എനിക്ക് ഏത് നേരം നിങ്ങളുടെ മുമ്പായിട്ടൊന്ന് വഴക്കിടാൻ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. എന്തൊരു സ്വഭാവമാണിത്? മുറുട്ട സ്വഭാവം നിങ്ങളുടെ ഉമ്മായിക്ക്. ആ, ഇത് എത്ര നാളെന്ന് പറഞ്ഞാൽ ഞാനിത് സഹിക്കുക? എനിക്കിനി പറ്റത്തൊന്നുമില്ല. ഒരു സമാധാനം വേണ്ടേ? വന്ന നാൾ മുതൽ എൻ്റെ പുറകെ നടന്ന് എൻ്റെ ശല്യം ചെയ്യുന്നല്ലാതെ അത് ചെയ്താൽ കുറ്റം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇട്ട കുഴപ്പം, അത് പറയാനൊന്നുമില്ല ഇനി. ഇതാ ഇപ്പോൾ ഒരു മൂച്ച് വഴക്ക് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം ഉടനെ എടുത്തോ. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെയാണെങ്കിൽ, പറഞ്ഞേക്കാം. ശരി. ഓ, എൻ്റെ മോൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പറഞ്ഞിട്ടൊരു കാര്യമില്ല മോളെ. കാരണം അവൻ എൻ്റെ മോനാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ കൂടുതൽ അനുസരിക്കത്തുള്ളൂ. നീ പറയുന്നതേ ഇതിലേക്കൂടെ കേട്ട് അവൻ ഇതിലേക്കൂടെ കളയാ ചെയ്യുന്നത്. നീ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞോ എന്നൊരു വാക്ക് അവൻ ഇന്നേ വരെ എടുത്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടേ നീ പറയുന്നതെല്ലാം ചുമ്മാതാന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. വെറുതെയാണ്, അവൻ കേൾക്കില്ല. എൻ്റെ മോനാ അതവൻ. അതുകൊണ്ട് നീ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. അതുകൊണ്ട് മോൾ വേറെ വല്ലതും പണി വല്ലതും ഉണ്ടോ എന്ന് നോക്കും കേട്ടാ. വരട്ടെ, ഞാനും കാത്തിരിക്കുക. എൻ്റെ വാക്കിനാണോ വില നൽകുന്നത് അത് ഉമ്മാടെ വാക്കിനാണോ വില നൽകുന്നതെന്നേ നമുക്ക് കണ്ടു പറയാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഒരു തീരുമാനം എടുത്തിട്ട് ഈ പ്രാവശ്യം ഇവിടുന്ന് പോകത്തോളും. അപ്പം തന്നെ മനസ്സിലാക്കിയല്ലോ മോൻ തീരുമാനിച്ചിട്ടാണ് വരുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ സമയമാണോ പോകുന്നത് ഉമ്മയുടെ സമയമാണോ പോകുന്നതെന്നേ കാണാം നമുക്ക്. അത് കാണാനൊന്നുമില്ല. വരുമ്പം തന്നെ നീ പറഞ്ഞു നോക്ക്. അപ്പോഴേ നിൻ്റെ ഭാഗത്താണോ അവൻ എൻ്റെ ഭാഗത്താണോ എന്നേ നമുക്ക് കണ്ടു പറയാം. ഇപ്പം നീ വെറുതെ സ്വപ്നം കണ്ട് നടന്നോ. വരുമ്പോൾ അവൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുമെന്നുള്ള സ്വപ്നം കണ്ടേ കിടന്നുറങ്ങിക്കോ എൻ്റെ പൊന്നുമോള്. വേറെ പണിയില്ലേ കൊച്ചെന്നെനിക്ക്. ആൻറ്റി എന്നാ നിൻ്റെ പിള്ളേർക്ക് കൊണ്ട് കൂടട്ടെ ഈ മിഠായിയൊക്കെ. അവൻ വന്നിട്ടുണ്ടായിരുന്നേ, അപ്പം ഞാൻ കുറച്ച് മിഠായി എനിക്ക് മാറ്റി വെച്ചതാ. ആ, ഞാൻ അറിഞ്ഞായിരുന്നു. പിള്ളേർ പറഞ്ഞായിരുന്നു ഇവിടുത്തെ മാമ ഗൾഫിൽ നിന്ന് വന്നുമാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. എത്ര മാസത്തെ ലീവ് ഉണ്ടോ എനിക്ക്? അതവനിക്ക് 2 മാസത്തെ ലീവ് കാണും. എല്ലാ പ്രാവശ്യം അങ്ങനെയല്ലേ, 2-3 മാസത്തെ ലീവ് കാണുമല്ലോ. ഈ പ്രാവശ്യം അവൻ പോകുമ്പോഴത്തേക്ക് അവള് കൂടെ പോകുന്നുണ്ടില്ലേ. മാളൂനോട് അങ്ങാണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ മാളു പറയുന്ന കേട്ട് ഈ പ്രാവശ്യം വരുമ്പോൾ പിന്നെ അവളും കൂടെ പോകാൻ നിൽക്കുവാന്നൊക്കെ. ഒന്നും ഓർത്തിട്ട് അതാ നല്ലത്. എന്നും കൊന്നും നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ, വേറെ പണിയില്ലേ. ഇല്ല നമ്മുടെ ഇല്ല സുധയുടെ ഇതുപോലല്ലായിരുന്ന ആ പെണ്ണും തള്ളയും കൂടെ ഏത് സമയവും വഴക്ക് വഴക്ക് വഴക്ക്. അവസാനം അവൾ അവൻ്റെ കൂടെ അങ്ങ് പോയങ്ങ്. ഇപ്പം തള്ള ഒറ്റയ്ക്ക. അവൾക്ക് ഇപ്പോൾ സമാധാനത്തിൽ വെള്ളവും കുടിക്കുക, എല്ലാം സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഏത് സമയവും വഴക്കും ബുക്കാറുമായിട്ട് യോ. അതുപോലെ ഇത്തായിക്കും സമാധാനം കിട്ടും. അവൾ പോട്ടേന്നേ, അതായിരിക്കും നല്ലത്. അവരുടെ തീരുമാനമല്ലേ, എന്ത് തീരുമാനമായാലും അതങ്ങനെ തന്നെ നടക്കട്ടെ. അവരുടെ ജീവിതമല്ലേ. ശരിയടി, പിന്നെ കാണാം. ഹലോ. എടി നീ മുമ്പ് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇക്ക വന്നിട്ടുണ്ടല്ലോ. ഞാനും പോവാ. ഇനി കുറച്ച് നാളിനി അവിടെ എനിക്കവിടെ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കും നിൽക്കായേ. അപ്പം പിന്നെ സുഖമായല്ലോ. ഉടനെ ഒന്നും തിരിച്ചു വരുമൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഇക്ക വരുന്ന പോലെ 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ വരത്തുള്ളൂ. പിന്നെ ഞാൻ ഹാപ്പിയാ. ഞാൻ പോകുന്നത് കൊണ്ടൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ്. ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇക്കടുത്ത് പറഞ്ഞു ഗൾഫിൽ പോകാണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു. എന്തായാലും ആഗ്രഹം സാധിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 1 മാസത്തിനുള്ളിൽ പോകും തിരിച്ച്. ശരിയടി, ഞാനേ പിന്നെ വിളിക്കാട്ടാ. എന്ത് പറ്റിയെന്നറിയത്തില്ലല്ലോ ഉമ്മായിക്ക്. സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞ 2 പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇതെന്തോ ഒരു വിഷമം പറ്റിയല്ലോ പുള്ളിക്ക്.
എനിക്കിത് എന്തീ പറയുന്നത്? ഞാനത് സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. അത് നിങ്ങൾ കാര്യമാക്കി എടുത്തോ? അത് കൊള്ളാം. ആ, എന്നെ നാഴിക്ക് 40 വട്ടം വിളിച്ചിട്ട് ഉമ്മ അത് പറഞ്ഞു, ഉമ്മ ഇത് പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല, എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞ് നീ എന്നെ നാഴിക്ക് 40 വട്ടം വിളിക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കൂടെ പോകുന്നേര്, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് വലിയ വഴി ഏതാ? കൊള്ളാം. നമ്മൾ തമ്മിൽ വഴക്കിടാറില്ലേ? അത് എത്ര നേരത്തേക്ക് കാണും? കുറച്ച് നേരത്തേക്കല്ലേ കാണത്തുള്ളൂ. മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഞാനും ഇക്കായും കൂടെ സംസാരിക്കുന്നത്? വരേക്കും വെച്ചിട്ടാണോ ഇക്ക എന്നോട് സംസാരിക്കുന്നത്? ഞാനും അങ്ങനെയാണോ? അല്ലല്ലോ. ഇതിപ്പോൾ ഞാനും ഉമ്മയും കൂടെ സംസാരിക്കുന്നത് ശരിയാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്. അത് ഉമ്മയുടെ മനസ്സിനകത്തും ഇല്ല, എൻ്റെ മനസ്സിനകത്തൊന്നും ഇല്ല. അത് അപ്പോഴത്തെ ദേശത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതങ്ങ് തീരും. അത് അവിടെ വെച്ച് കഴിഞ്ഞു. അല്ലാതെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും പെരുമാറൊന്നും അല്ല. ശരിയാണ്, മുട്ട വഴക്ക് ഞാനും ഉമ്മ ഇടാറുണ്ട്. ചുമ്മാ കാര്യം നോക്കി ഒന്നുമില്ല. ആ ദേഷ്യത്തിനായിരിക്കും ഇനി നിങ്ങളെ വിളിച്ച് ഞാൻ ഈ പറയുന്നത്. അതവിടെ കഴിഞ്ഞു. ഉമ്മായി അതിനുള്ള മറുപടിയും പറയും. ഇത്രയേ ഉള്ളൂ ഞാനും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഞാനും ഉമ്മയും കൂടെ എനിക്ക് ഉമ്മയെ കൊല്ലണ ദേഷ്യം ഉമ്മാക്ക് എന്നെ കൊല്ലണ ദേഷ്യം ഒന്നും ഇല്ല ഞങ്ങൾക്ക്. നിങ്ങൾ ആ കണക്ക് നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് കൊള്ളാം. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളത് കാര്യമായിട്ട് എടുക്കുക ചെയ്യേണ്ടത്. അഥവാ ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞാലും നിങ്ങളത് തിരുത്തിയല്ലേ തരേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞ് നിങ്ങളൊന്നും കേൾക്കത്തില്ല. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കാം, ഇതൊക്കെയാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാനത് ആ കണക്കിലെടുക്കുന്നില്ല. അടുത്ത് പറഞ്ഞ് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് പറയും. നിങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഞാൻ മനസ്സിൽ വെച്ചിട്ടൊന്നും പെരുമാറുന്നതല്ല. അല്ല നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനമായിട്ട് വരുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല. അത് നടക്കത്തില്ല. എടി, അതിന് ഉമ്മായ ഉപേക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞത്, അത് സീനാട് അങ്ങോട്ട് നിർത്താം. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ഏത് സമയം വഴക്കെന്നും പറയും, എനിക്ക് നിങ്ങൾ സ്വസ്ഥതയും സമാധാനം തരുന്നില്ല. പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇക്ക ശരിയാണ്, ഞാൻ വഴക്കിടുമ്പോൾ ഇക്കായി ഞാൻ വിളിച്ച് പറയും. അത് സത്യം തന്നെ. എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. വേണമെങ്കിൽ വരാം, പക്ഷെ ഉമ്മായും കൂടെ വേണം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കെത്തും വരുത്തൊന്നുമില്ല. ഉമ്മായെ വല്ലോടാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ ഇത്രമേലും കഷ്ടപ്പെട്ട് ഇത്രമേലാക്കിയത്? ഇതൊന്നാമത് ഉമ്മാക്ക് വയ്യാഴിയൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഉമ്മായെ വല്ലോടാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ വന്ന് നിൽക്കാൻ, അതൊക്കെ വേറെ ആൾക്കാരും. അത് എന്നെ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് ഉമ്മയെ കാണാതിരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഉമ്മയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ ഇതർക്കും പോയിട്ടില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഗൾഫിൽ പോയി നിങ്ങൾ തനിച്ച് പോയാൽ മതി. അതല്ല എൻ്റെ ഉമ്മയും കൂടെ കൊണ്ടുപോകാനാണെങ്കിൽ അത് നിങ്ങൾ നോക്ക്. അല്ലാതെ ഉമ്മയെ തനിച്ചിട്ടിട്ട് ഉമ്മയെ വല്ലോടാക്കിയിട്ടൊന്നും ഞാൻ വരുത്തൊന്നുമില്ല. ഓ, നല്ല തീരുമാനം. ഇതാണോ നിങ്ങളുണ്ടാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ? ഞാൻ വിചാരിച്ച നിങ്ങളിതൊക്കെ തമാശ രീതിയിൽ എടുക്കത്തോളൂന്ന്. അപ്പോൾ നിങ്ങളിത് സീരിയസ് ആക്കി എടുത്തു വെച്ചിരിക്കുകയായിരുന്നില്ലേ? കൊള്ളാം, ഉമ്മ കേൾക്കണ്ട. പാവമുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മായൊക്കെ നല്ലോണം അറിയാം, നിന്നെ അറിയാം. ദേ, ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ എന്നെ ഇനി വിളിച്ച് പറയുകയും ചെയ്യരുത്. എനിക്ക് സ്വസ്ഥയും സമാധാനം തരണം, പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ഞാനും ഉമ്മയും കൂടെ വരും. എനിക്കറിയാം നിങ്ങളെന്നെ ആണെന്ന് തന്നെയാണെന്ന്. ഞാനിത് കേൾക്കുമ്പോൾ എടുത്ത് ചാടി ഉമ്മയെ ഒറ്റയ്ക്ക് കിട്ടാക്കിയിട്ടൊക്കെ വരുമെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഉമ്മ നല്ല സ്നേഹം തന്നെയാണ്. ഉമ്മാക്ക് എന്നോടും നല്ല സ്നേഹം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ വഴക്കൂടും. വഴക്കുള്ളിടത്തല്ലേ. പക്ഷെ വൈരാഗ്യ വഴക്കൊന്നും അല്ല ഞാൻ ഉമ്മായി ഇടുന്നത്. നിങ്ങളെന്നെ അളന്ന് നോക്കിയതാണെന്ന് എനിക്കറിയാം. ഓ, പക്ഷേ വരണമെന്നൊക്കെയുണ്ട് ഗൾഫിൽ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. അത് ഉമ്മയും കൊണ്ടാണെങ്കിൽ ഓക്കെ, എനിക്കും സന്തോഷമായിരിക്കും, ഉമ്മാക്കും സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും സമ്മതിക്കാം. രണ്ടുപേരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചുമ്മാതല്ല, ഉമ്മയുടെ മുഖത്തൊരു തെളിച്ചമില്ലാതെ. എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഉമ്മായെയും അല്ല അമ്മായിമ്മയും മരുമോളെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാം. എന്തായാലും കൊള്ളാം. മതി, അത് മതി. അടുത്ത വർഷം വരുമ്പോൾ എന്നെ ഉമ്മയോടെ കൊണ്ടുപോകുമല്ലോ. ഇനി ബാക്കി വഴക്കൊക്കെ ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ടിട്ടോളാം.